ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂ ഇയർ സ്പെഷ്യൽ പിസ്ത കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പകരമായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്നുകൂടി ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര കൂടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ട നന്നായി ബീറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് 4 ഡ്രോപ്സ് പിസ്തയുടെ മിൽക്ക് എസൻസും അതുപോലെ തന്നെ ഗ്രീൻ ഫുഡ് കളർ 2 ഡ്രോപ്സ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ പാലിൻ്റെ മിക്സ് കൂടി മുട്ടയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ കളറും മുട്ടയും കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് എങ്കിൽ ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിഭാഗം കട്ടിയുള്ള ഏത് പാൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ഈ സൈഡിലുള്ള മാവൊക്കെ ഒന്ന് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഒരു 20 പിസ്ത ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുകൂടി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിസ്ത എല്ലായിടത്തും മിക്സായി കഴിഞ്ഞാൽ നേരെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് ഞാൻ കുറച്ച് മണലും ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ ഈ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് സമയമായപ്പോഴേക്കും ഈ കേക്ക് എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചെറുതായി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഒട്ടും കളറൊന്നും ചേഞ്ച് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. 1 കിലോ വെയിറ്റുള്ള കേക്കാണ് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയെടുക്കാം. ക്രീം നന്നായി ബീറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഫ്രിഡ്ജിലേക്ക് അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമേ ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബോർഡിലേക്ക് ഒരല്പം
ക്രീം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പല്ല യൂസ് ചെയ്യുന്നത്. 3/4 കപ്പ് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതിലേക്ക് പിന്നീട് 2 ഡ്രോപ്സ് പിസ്തയുടെ മിൽക്ക് മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി കേക്കിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും ആവുന്നത് വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിസ്തയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും കൂടിപ്പോകാതിരിക്കാനായി ശ്രദ്ധിച്ചേക്കണം. കേക്ക് നന്നായി വെറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കും ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പിസ്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്താലും മതിയാകും. അടുത്ത ലെയർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഈ കാണുന്ന കറുത്ത പാടുകൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പിസ്തയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി വെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനു മുമ്പും ഞാൻ കുറച്ച് കേക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ക്രം കോട്ടിംഗ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിൻ്റെ സൈഡിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് അല്പം പിസ്തയുടെ മിൽക്ക് മിക്സും 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ ഫുഡ് കളർ അല്പം ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. കേക്കിൻ്റെ താഴ്ഭാഗത്തും ആ നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ ഒരു കോർണറിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ 2 ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ കുറച്ച് പിസ്ത വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാപ്പി ന്യൂ ഇയർ 2021 കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കേക്ക് തന്നെയാണ്. കേക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.